കാര്യങ്ങളെല്ലാം बच्चों में अभी जुकाम और बुखार की समस्याएं हैं, എങ്കിലും രാവിലെ ദൈവത്തെ പാടി സ്തുതിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. लेकिन फिर भी परमेश्वर की आराधना करने के लिए परमेश्वर ने आज की सुबह में अवसर दिया। എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. सबको मैं धन्यवाद कहता हूँ। ബഹുമാനരായ ദേവദാസന്മാർ, ദേവദാസിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും പ്രഭാത വന്ദനം. आदरणीय सभी प्रभु के दासों का, बच्चों का और सभी प्रभु के जनों का मैं धन्यवाद करता हूँ। നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ സമാധാനത്തോടെ റായ്ബറേലിയിലായിരിക്കുന്നു. आप सबकी प्रार्थना के कारण हम बड़े ही आनंद के साथ रायबरेली में सेवा करते हैं। പ്രതികൂലങ്ങളും കഷ്ടങ്ങളും എല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിലും താന് വേല ജീവൻ കഥ കൃപ നൽകുന്നു. भले ही सताव और कष्ट एक तरफ है, लेकिन परमेश्वर की सेवा करने में परमेश्वर हमारी सहायता कर रहा है। ദൈവത്തിന്റെ ആത്മാവിന്റെ രാവിലെ നമ്മുടെ കൃത്യമായി സംസാരിക്കട്ടെ. परमेश्वर की आत्मा हमसे बात करने पाए। നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യകരമായ അനുഭവം. हमारे जीवन का सबसे बड़ा सौभाग्य ये है कि हमारा परमेश्वर हमसे बात करता है। നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള ആ വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകി. वो परमेश्वर की आवाज को सुनने के लिए परमेश्वर ने एक बहुत बड़ा सौभाग्य हमारे जीवन में। നമുക്കറിയാം, ഇന്ന് വരെ നാം ആയിരുന്ന ജീവിതത്തിന്റെ വഴികളിൽ എത്രയോ തവണ നാം എല്ലാം ദൈവശബ്ദം കേട്ടുകൊണ്ടാണ് നാം ഇതുവരെ വന്നത്. हम लोग के जीवन में कई बार हम परमेश्वर की आवाज को सुनकर हम आगे बढ़े हैं। ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യകരമായ അനുഭവമാണ്. ये हमारे जीवन का एक सौभाग्य का बात है। ബൈബിളിലെ നമ്മെ പരിചയപ്പെടുന്ന നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന ദൈവമാണെന്ന് നമുക്കറിയാം. बाइबल का परमेश्वर हमसे बात करने वाला परमेश्वर। ദൈവം തന്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു. परमेश्वर वचन के द्वारा बात करता है। സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും സംസാരിക്കുന്നു. सपने के द्वारा और दर्शन के द्वारा बात करता है। പ്രവാചകന്മാരിലൂടെയും മറ്റിതര സൃഷ്ടികളിലൂടെയും സംസാരിക്കുന്നു. नबियों के द्वारा और सृष्टि के द्वारा और भविष्यवक्ताओं के द्वारा भी बात करता है। നമുക്കറിയാം, ഈ നമ്മളെല്ലാവരും എന്നും ദൈവിക ശബ്ദം കേൾക്കുന്നവരാണ്. हम सब में से बहुत लोग हर दिन परमेश्वर की आवाज को सुनने वाले। നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. हम जब परमेश्वर के वचन को पढ़ते हैं तो परमेश्वर का आत्मा वचन के द्वारा हमसे बात करता है। ദൈവദാസന്മാരിലൂടെയുള്ള ശബ്ദം കേൾപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു. प्रभु के दासों के द्वारा वचन के द्वारा प्रभु हमसे बात करता है। ആമേൻ. നമ്മുടെ വിചാരങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. हमारी सोचों के द्वारा, हमारे विचारों के द्वारा परमेश्वर हमसे बात करता है। കർത്താവിനെ സ്തുതിക്കാമോ ദൈവമേ. ഇപ്രകാരം ദൈവിക ശബ്ദം കേൾപ്പാനുള്ള സൗഭാഗ്യം കർത്താവ് എനിക്ക് നൽകിയല്ലോ. परमेश्वर को धन्यवाद करें प्रभु, ये आपकी आवाज को सुनने के लिए, आपके वचन को सुनने के लिए आपने मुझे सौभाग्य दिया। എത്രയോ ജീവിതത്തിലെ ഘട്ടങ്ങളിൽ കർത്താവ് ഞാൻ ഇനി എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എങ്ങോട്ട് സ്റ്റെപ്പ് വെക്കണം, ഞാൻ എങ്ങനെ കാര്യങ്ങൾ നീക്കുമെന്ന് വിചാരിച്ചപ്പോൾ കർത്താവിന്റെ ആ ഇമ്പമേറിയ ശബ്ദം നമ്മുടെ കാതുകൾ മുഴങ്ങിക്കൊണ്ടല്ലേ നാം ഇന്ന് പലരും ദൈവസന്നിധിയിലായിരിക്കുന്നത്. हमारे जीवन में परिस्थितियां ऐसी आए कि हम परमेश्वर के सामने खड़े थे, प्रभु के वचन के द्वारा परमेश्वर की आवाज को सुनकर हम आगे बढ़कर आज हम यहाँ पहुंचे। പ്രാർത്ഥനാ റൂമിൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ച വചനവുമായിട്ട് ഇന്ന് രാവിലെ ഞാനായിരിക്കുന്നു. अब जब प्रार्थना के समय में परमेश्वर का आत्मा दिया वचन को मैं आपके सामने रखना चाहता हूँ। നാം എല്ലാവരും കാണാപ്പാഠം പഠിച്ചിട്ടുള്ള എന്നും വായിക്കുന്ന ഒരു വേദാംശമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട്. बहुत ही परिचित आयत है, हम सब लोग जानने वाला एक आयत है, हम मिलकर पढ़ेंगे। ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 प्रेरितों के काम उसका 9वां अध्याय 9ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യമാണ് ഇന്ന് രാവിലെ നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. उसकी 6ठी आयत को आज की सुबह मनन करने जा रहे हैं। വളരെ പ്രാർത്ഥനയോടെ നാം ഒരുമിച്ചായിരിക്കാം. बड़े ही प्रार्थना के साथ परमेश्वर के सामने बैठे हैं। ആമേൻ. വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. वचन इस प्रकार कहता है, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. 6ठे आयत में से लिखा है, परंतु अब उठकर नगर में जा और जो तुझे करना है वो तुझसे कहा जाएगा। ദൈവം നമ്മുടെ സംസാരിക്കട്ടെ വചനത്തിലൂടെ. परमेश्वर इस वचन के द्वारा हमसे बात ഈ करने। വചനം ധ്യാനിച്ച് വായിച്ച് പഠിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം വലിയൊരു സമാധാനവും സന്തോഷവും നൽകി. जब ये वचन में पढ़ रहा था तो परमेश्वर का आत्मा मेरे हृदय में बहुत बड़ा आनंद ला दिया। എനിക്ക് വലിയ ആമേൻ ഉത്സാഹം നൽകിയ വാക്യമാണ് 9ാം അധ്യായത്തിന്റെ 6ാം വാക്യം. ये वचन को पढ़ते समय मेरे अंदर बहुत बड़ा उत्साह आ गया। 9ാം അധ്യായം 6ാം വാക്യം പൗലോസിന്റെ ജീവിതത്തിലെ ഒരു പുതിയ ചരിത്രം എഴുതുന്ന വാക്യമാണ് 9ന്റെ 6ാം വാക്യം. ये 9वीं अध्याय का जो 6ठा आयत है, ये पौलुस के जीवन का एक बदलाव, शाऊल के जीवन का एक परिवर्तन का एक चक्र है। ये 6ठा अध्याय വായിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം നടന്ന പൗലോസിനോട് ദൈവിക ശബ്ദം ഇതാണ്, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വഴിയെ നീ നടക്കാവൂ. यहाँ पे 6ठे आयत में ऐसा देख सकते हैं, अपने मन के द्वारा चलने वाला शाऊल को परमेश्वर कहता है कि जो तुझे करना है वो तुझसे कहा जाएगा। ഒരു കൽപ്പനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തന്നോട് പറയുന്നു, ഇതുവരെ നീ സ്വന്തം വഴിയിൽ നടന്നു, ഇനി മേലാൽ ഇന്നു മുതൽ നീ എന്റെ വഴിയെ നടക്കാവൂ. ऐसा सोच सकते हैं कि प्रभु ये कहना चाह रहा है कि तू अभी तक अपने मन के अनुसार, अपने इच्छा के अनुसार चला, लेकिन अब से तू मेरे इच्छा के अनुसार चलेगा। ആമേൻ. ഒരു നല്ല പിതാവിന്റെ സ്നേഹമുള്ള വാത്സല്യത്തോടെ വാക്കുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം വേദനയോടെ പ്രയാസത്തോടെ
താൻ കണ്ണ് കാണാതെ അന്ധനായി കിടക്കുമ്പോൾ ഭയത്തോടെ പേടിച്ച് വിറച്ച് ഒന്നും മനസ്സിലാകുവാൻ കഴിയാതിരിക്കുമ്പോൾ തന്നോടുള്ള ദൈവിക ശബ്ദം, സ്നേഹത്തോടെയുള്ള ദൈവത്തിന് ഇമ്പമേറിയ ശബ്ദം, പൗലോസേ ശൗലേ നീ ഭയപ്പെടേണ്ട, ആമേൻ, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. एक पिता के प्रेम को हम यहाँ देखते हैं कि जो शाऊल है वो अंधा बनकर वहाँ बैठा हुआ है, डर के मारे वो बैठा हुआ है, भयभीत है और उसके मन में अलग अलग विचार आ रहे हैं. तब एक पिता के प्रेम का हम यहाँ देख सकते हैं 6 आयत में कि परमेश्वर पौलुस से कहता है कि पौलुस जो तुझे करना है वो तुझे बताया जाएगा. മറ്റൊരു വീക്ഷണത്തിൽ നമുക്ക് നോക്കിയാൽ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആമേ തൻ്റെ നാളുകളുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള വലിയ വീക്ഷണങ്ങൾ തൻ്റെ ഉള്ളിൽ താൻ ചെയ്യുവാൻ പോകുന്ന ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ ദൈവത്തിനോട് സംസാരിക്കുക. जो पौलुस को आगे जीवन में जो कार्य करना है, जो चीज़ें उसे पूरी करनी है, जो सेवा उसे करना है, उस सेवा को करना है, कैसे करना है, उसकी योजना बनाते हुए परमेश्वर से कहता है कि जो तुझे करना है वो तुझे बताया जाएगा. നാം വായിച്ചതുപോലെ ആദ്യത്തെ തന്നോടുള്ള കൽപ്പന ഇതാണ്, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക. ये जो 6 अध्याय का शुरुआती ऐसे भाग में लिखा हुआ है, तू अब उठकर नगर में जा. ഇപ്പോൾ പൗലോസ് ആയിരിക്കുന്നത് പട്ടണത്തിന്റെ പുറത്താണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാതിലിന് പുറത്ത്, അതേ നഗരത്തിന്റെ പുറത്ത് താൻ കിടക്കുകയാണ്. अभी वहाँ पे हम देख सकते हैं जो शाऊल है वो नगर से थोड़ा दूर एक कोने में पड़ा हुआ है. ആമേൻ, തന്നോട് പറഞ്ഞു എഴുന്നേൽക്ക, പട്ടണത്തിലേക്ക് ചെല്ലുക. तो तब परमेश्वर कहता है कि तुम उठकर अभी नगर में जाओ. നമുക്കറിയാം, കണ്ണ് കാണാതെ 2 കണ്ണും അന്ധനായി വളരെ ഭയത്തോടെ ആയിരിക്കുന്ന പൗലോസിനോട് പറയുന്നു, നീ എഴുന്നേൽക്കുക, നീ പട്ടണത്തിലേക്ക് പോകുക. वो भूमि पर गिरा पड़ा हुआ शाऊल से प्रभु कहता है कि तुम्हें उठकर अभी नगर में जाना है. പറയുന്നു, അവിടെ ചെന്നതിന് ശേഷം നീ ചെയ്യേണ്ടത്, അങ്ങനെയല്ല വാക്യം വായിക്കുന്നത്, അതെ, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. वहाँ पे यहाँ लिखा है 6 आयत के आखिरी भाग में लिखा है, जो तुझे करना है वो तुझसे कहा जाएगा. ആമേൻ, നീ ഇനി ചെയ്യേണ്ടുന്നത് ഞാൻ നിന്നോട് പറയും. जो तुझे करना है, जो तुम्हें अभी करना है वो तुझे बताया जाएगा. നമുക്കറിയാം, പരീശനായിരുന്ന പൗലോസിന്റെ ശൗലിന്റെ ജീവിതത്തിലെ വലിയ ചരിത്രം നമുക്കറിയാം, ഇതിനു മുമ്പുള്ള ചരിത്രം. हम सब जानते हैं शाऊल के पुराने जीवन के बारे में. एक फरीसी बनकर पौलुस वहाँ बैठा अपना जीवन बिता रहा था. താൻ 8 വയസ്സുള്ളപ്പോൾ മുതൽ വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ തനിക്ക് 36 വയസ്സായെന്നാണ് അനുമാനം. എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ പരീശനായി താൻ പുറത്തിറങ്ങി. ആമേൻ, ഇപ്പോൾ താൻ ജനിച്ച അല്ലെങ്കിൽ താൻ വളർന്ന പഠിച്ച പഴയ നിയമത്തിന്റെ പാഠങ്ങളുമെല്ലാം ഇതുവരെ തന്നെ നടത്തി. പക്ഷെ പറയുന്നു, ഇനിയും ആമേൻ നടക്കേണ്ടുന്ന വഴി വ്യത്യസ്തമാണ്, ഞാൻ നിന്നോട് പറയുന്നത് പോലെ നീ നടക്കാവൂ. शाऊल का जीवन एक फरीसी जैसा जीवन था. 8 वर्ष की आयु से ही वो फरीसी की जो सेवाएं हैं वो करना शुरू कर दिया था. और ऐसा अनुमान है इतिहास के अनुसार कि जब ये आयत का जब समय काल था, उस समय पौलुस की जो उम्र थी वो 36 साल का था. सो अपने जीवन के शुरुआती दिनों में एक फरीसी बनकर अपने इच्छा के अनुसार चलने वाले शाऊल से प्रभु कहता है, जो तुझे करना है वो तुझे बताया जाएगा. തന്റെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ മിഷനാണ് താൻ യാത്ര ചെയ്ത് दमस्कोസിലേക്ക് വരുന്നത്. अपनी पढ़ाई, अपनी चीजों को पूरा करने के बाद पहला पड़ाव है दमिश्क की तरफ शाऊल आ रहा है. ഒരു പരീശന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ ഇതാണ്, താൻ അനുഭവിച്ചറിഞ്ഞ പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയ തോറ അല്ലെങ്കിൽ വ്യവസ്ഥ, പഴയ നിയമ മോശയുടെ പ്രമാണത്തിന് വിരോധമായി നിൽക്കുന്ന സകല ശക്തിയെയും എന്ത് ചെയ്യുക, അവസാനിപ്പിച്ചുകൊണ്ട് ആമേൻ പൂർണ്ണ ആധിപത്യത്തോടെ പഴയ നിയമ പ്രമാണത്തിന്റെ നിയമങ്ങളെ നടപ്പിലാക്കുവാൻ വേണ്ടി താൻ നിർബന്ധിതനായിരുന്നു. ऐसा हम देख सकते हैं जो फरीसी का ये जिम्मा था कि पढ़ाई के बाद अपनी चीज़ों को, तो अगर व्यवस्था को पढ़ने के बाद जो चीज़ें व्यवस्था के खिलाफ थी, जो चीज़ें व्यवस्था के विरुद्ध चल रही थी, उन सब चीज़ों को बंद करके एक अधिकार के साथ एक फरीसी का जीवन बिताने के लिए एक जिम्मेदारी पौलुस के ऊपर थी. യെരുശലേമിലെ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നന്നായി പഠിച്ച് ഇപ്പോൾ ഒരു വലിയ വിശാലമായ മിഷനോടുകൂടി ഒരു ദർശനത്തോടെ ഇറങ്ങിയ തനിക്ക് തന്റെ കാതിൽ കേട്ട ചില സന്ദേശം ഇതാണ്. ഇതാ യേശുവിന്റെ ഉപദേശം യെരുശലേമിലും ചുറ്റുപാടുകളിലും ആളുകൾ വിശ്വസിക്കുന്നു, വലിയ കൂട്ടം ആളുകൾ ക്രിസ്തീയ മാർഗത്തിലേക്ക് വരുന്നു എന്നുള്ള ചിന്ത തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. गमालिएल का शिष्य जो शाऊल था, जब उसको पहला
ये कार्य दिया गया कि दमिश्क में जाकर चीज़ों को संभालने के लिए उसके कान में ऐसा बताया गया था कि जो कई लोग यीशु मसीह पर विश्वास कर रहे हैं, व्यवस्था को छोड़कर प्रभु यीशु मसीह को मान रहे हैं, सो व्यवस्था के खिलाफ हैं, ये सब कान में शाऊल के भर के उसको पहली बार दमिश्क की तरफ जब लोगों ने भेजा तो परमेश्वर इस प्रकार शाऊल से कहता है। നമുക്കറിയാം അപ്പോൾ ആദ്യമായി യെരൂശലേമിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. അതിനുശേഷമുള്ള തന്റെ മിഷനായിരുന്നു താൻ ദമസ്കോസിലേക്കുള്ള യാത്ര, അവിടെയുമുള്ള സഭയെ ആമേ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള യാത്ര. इस अध्याय के पहले के बातों को हम जानते हैं। स्तेफनोस को जब मारा गया था तब शाऊल को एक कार्य दिया गया कि दमिश्क में जाकर चीजों को संभालने के लिए ഒരുപാട് കാര്യങ്ങൾ ആമേ താൻ ഇങ്ങനെ വിചാരിച്ച് ചിന്തിച്ചുറപ്പിച്ച് തന്റെ കൂട്ടുകാരുമായി സ്നേഹിതന്മാരുമായി താൻ യാത്ര ചെയ്ത് വരവെയാണ് ഇപ്പോൾ ദമസ്കോസിൽ വെച്ചുണ്ടായ ഈ സംഭവങ്ങൾ. താൻ അന്ധനായി നിലത്ത് വീഴുന്നു. യേശു തന്നോട് സംസാരിക്കുന്നു. कई सारी योजनाएं बनाकर कई सारी चीजों को अपने मन में एक साथ रखकर कई लोगों के साथ वो दमिश्क में आ रहा है। तभी उस समय प्रभु यीशु मसीह शाऊल से बात करता है। ഇപ്പോൾ ഇതൊരു ശിശുവിനെ പോലെ താഴെ നിലത്ത് കിടന്ന് കരയുന്ന, വിലപിക്കുന്ന, അന്ധനായി കിടന്ന് ആമെ പ്രയാസപ്പെടുന്ന പൗലോസിനോട്, ശൗലിനോട് ആമെ ദൈവിക ശബ്ദം ഇതാണ്: നീ എഴുന്നേൽക്കുക, നീ പട്ടണത്തിലേക്ക് പോകുക. एक बच्चे के समान एक जमीन पर पड़ा हुआ, एक बच्चे के समान जो बच्चा रो रहा है, एक बच्चा जो जमीन में पड़े हुए रो रहा है, वैसे शाऊल वहाँ रो रहा था। वो एक भूमि के किनारे पड़ा हुआ था। तो परमेश्वर शाऊल से कहता है तू नगर में जा और जो तुझे करना है वो तुझे बताया നീ जाएगा। ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറഞ്ഞു. वहाँ पे ऐसा लिखा है जो तुझे करना है वो तुझसे कहा जाएगा। ഇതിന്റെ അർത്ഥം ഇതാണ്: ഇതുവരെ നീ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു, ജീവിച്ചു, സ്വന്തം ഇഷ്ടപ്രകാരം നീ കാര്യങ്ങളെ ചെയ്തു. इस वाक्य का अर्थ ये है कि अभी तक जो तुमने किया वो अपनी इच्छा के अनुसार अपने मन मर्जी से किया। ആമേ നീ കുതിരയ്ക്ക് കോപ്പിട്ടതും, ആമേ നീ പദ്ധതിയിട്ടതും, യെരൂശലേമിൽ നിന്ന് നീ ദമസ്കോസിലേക്ക് വന്നതും, നിന്റെ മനസ്സിലെ പദ്ധതികളും പ്ലാനുകളും എല്ലാം നിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് നിന്റെ ജീവിതത്തിന് പുതിയ അനുഭവം, ആമേ നീ ഇവിടെ വെച്ച് നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരമല്ല, പിന്നെയോ ഞാൻ നിന്നോട് പറയുന്നത് മാത്രമേ നീ ചെയ്യാവൂ. अपनी योजनाएं बनाकर घोड़े पे सवार होकर कई लोगों के साथ अपनी इच्छा के अनुसार दमिश्क में आकर कोहराम मचाने के लिए जो शाऊल आ रहा था, तो शाऊल अपनी इच्छा से आ रहा था। लेकिन प्रभु अब कहता है बहुत अभी तुम अपनी इच्छा के अनुसार, अपनी मन मर्जी के अनुसार तुम अभी बहुत चल चुके हो। अभी जो तुझे करना है वो तुझे बताया जाए। ആമേ ഇനിയുള്ള ദിനങ്ങൾ ഞാൻ നിന്നോട് സംസാരിക്കുന്ന പോലെ നീ ചെയ്യാവൂ. अभी जो तुझे तुम्हें करना है, जैसा मैं कहूंगा वैसा तुम्हें करना है। ഞാൻ പറയുന്നിടത്തല്ല നീ പോകണം. जहाँ जहाँ मैं बोलूंगा वहाँ तुम्हें जाना है। ആമേ ഞാൻ വിലക്കുന്നിടത്ത് നീ പോകരുത്. मैं जहाँ मना करूंगा वहाँ तुम्हें नहीं जाना है। നമുക്കറിയാം ദമസ്കോസിൽ നിന്ന് ആരംഭിച്ച മിഷണറി യാത്രകൾ, എത്രയോ യാത്രകൾ, ദീർഘദൂര യാത്രകൾ, നിരവധി സഭകൾ സ്ഥാപിച്ച് നിരവധി ഭൂഖണ്ഡങ്ങളിൽ യാത്ര ചെയ്ത് റോമിൽ തന്റെ അവസാന ശ്വാസം വരെ എത്രയോ ആത്മാക്കളെ രക്ഷിച്ച ആ വിശുദ്ധ പൗലോസ് എത്രയോ തവണ ദൈവശബ്ദം കേട്ടവനാണ്. दमिश्क से अपनी मिशनरी यात्रा को शुरू कर कई लोग कई जगह में जाकर कलीसिया स्थापना करके कई लोगों को विश्वास में लाकर रोम में उसके आखिरी समय तक वो कई लोगों को परमेश्वर के राज्य में प्रवेश कराया। तो आप सोचें, ये बात को सोचें कितनी बार परमेश्वर शाऊल से बात किया हो। നിശ്ചയമായും വേദപുസ്തകം വായിക്കുമ്പോൾ ഏറ്റവും അധികം ദൈവിക ശബ്ദം കേട്ട മനുഷ്യന്റെ രീതിയിൽ നമുക്ക് പൗലോസിനെ മനസ്സിലാക്കാം. बाइबल को जब पढ़ते हैं तो इस बात को हम ये कह सकते हैं कि जितने परमेश्वर के वचन को, परमेश्वर की बातों को, परमेश्वर की आवाज को सुनने वालों में से एक था शाऊल, पौलुस। പ്രതികൂലങ്ങൾ നിരവധി സഹിച്ച്, അനേക ആപത്തുകളും അപകടങ്ങളും സഹിച്ച് ദൈവത്തിന് വേല ചെയ്ത് അവൻ നിരവധി തവണ ജയിൽവാസങ്ങളും വിരോധങ്ങളും എല്ലാം സഹിച്ച് തന്റെ ശുശ്രൂഷ വളരെ വളരെ വിജയത്തോടെ പൂർത്തീകരിച്ച പൗലോസ് ചോദിച്ചാൽ, പൗലോസേ നിന്റെ വിജയത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ താൻ പറയും, എന്നോട് ആമേ സംസാരിച്ചുകൊണ്ട് എന്നോട് കൂടെ സഞ്ചരിച്ചൊരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവീയ ശബ്ദമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. कई बार शाऊल को जेल कारावास में डाल दिया, कई बार पथराव किया, अलग अलग कष्ट से परिस्थिति से होकर वो गुजरा। अंत में भी, रोम में भी, आखिरी समय भी वो परमेश्वर के आवाज को सुन रहा था। तो अगर हम शाऊल से पूछे, ए शाऊल तुम आज यहाँ कैसे हो, तुम अपने जीवन में सफल कैसे हो, तो शाऊल हमसे ये कहेगा, पौलुस हमसे ये कहेगा कि हर समय मैं उस परमेश्वर की आवाज को सुनता हूं। ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വരെ താൻ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു, സ്വന്തം ഇച്ഛയനുസരിച്ച് താൻ ജീവിച്ചു, വിചാരിച്ചു, നടന്നു, പ്രവർത്തിച്ചു. പക്ഷേ ആമേൻ പടിവാതിനകത്തേക്ക് തന്നെ ആമേ കരം പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം പറയുന്നു, ഇനിയുള്ളതിന്റെ ചുവടുകൾ ആമേ
എന്റെ വാക്കിനനുസരിച്ച് നീ നടക്കാവൂ. दमिश्क के अंदर प्रवेश करते समय तक अपनी इच्छा के अनुसार, अपनी मनमर्जी के अनुसार चलने वाले शाऊल से जब दमिश्क में प्रवेश करता है तो परमेश्वर से कहता है कि अब तुम्हें जो करना है तो तुम्हें बताया जाएगा. പറയുന്നു അവിടെ വെച്ച് നീ പട്ടണത്തിലേക്ക് പോകുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. यहाँ पे ऐसा लिखा हुआ है नगर में जाओ और मैं वहां जाकर तुम्हें जो करना है वो तुम्हें बताया जाएगा. ആമേൻ. ബലഹീനനായി ഇപ്പോൾ അവശനായി കിടക്കാൻ തന്നെ ഉപേക്ഷിക്കുന്ന അല്ല കർത്താവ്, പിന്നെയോ തന്നോട് സംസാരിച്ച് ആമേ തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആമേ തനിക്ക് വേണ്ടി തന്നെ സൗഖ്യമാക്കുന്ന അനന്യാസിനെ ഒരുക്കി എന്ന് അതിന് മാത്രമല്ല, തന്റെ മിഷണറി യാത്രകളുടെ ഓരോ പടവിലും ഓരോ യാത്രകളിലും തന്റെ കൂടെ നടന്നൊരു പിതാവിനെ പോലെ സംസാരിക്കുന്ന കർത്താവിനെയാണ് നാം പൗലോസ് ജീവിതത്തിൽ മനസ്സിലാക്കുന്നത്. ऐसा देख सकते हैं प्रियो, बलहीन और कमजोर पड़ा हुआ शाऊल जो भूमि पर गिरा हुआ है, पड़ा हुआ है, परमेश्वर ने उस शाऊल को नहीं छोड़ा, उसे त्यागा नहीं, बल्कि एक पिता के समान उसे राह दिखाई और उसे ये आदेश दिया कि जो तुम्हें करना है वो तुम्हें बताया जाएगा. अनन्यास को वहाँ पे परमेश्वर ने नियुक्त किया कि उसको चंगा करने के लिए, उसकी सेवा की शुरुआत करने के लिए परमेश्वर ने योजना बनाई. शाऊल को परमेश्वर की आवाज सुनने का मौका दिया. ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറിയായി, ഏറ്റവും അധികം സഭകൾ സ്ഥാപിച്ച്, ഏറ്റവും അധികം മിഷണറി യാത്രകൾ സ്ഥാപിച്ച്, ഏറ്റവും അധികം പുതിയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതിയ പൗലോസിനോട് ചോദിക്കാം, പൗലോസേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും നന്മയേറിയ അനുഭവം ഏതാ? താൻ പറയും, എന്നോട് സംസാരിച്ചൊരു ദൈവം, എന്നോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്നൊരു ദൈവം, ജീവിതത്തിന്റെ വഴികളിലെല്ലാം എന്നോട് ഹൃദ്യമായി ഇടപെട്ട് ഞാൻ നടക്കേണ്ട വഴി എന്നെ കാണിച്ച് ഇതുവരെ കൊണ്ടുവന്ന കർത്താവിന്റെ ആ വലിയ ഗൈഡൻസ്, ആ വലിയ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ ദൈവിക ശബ്ദം കേട്ടതാണ് ജീവിതം ഏറ്റവും വലിയ നന്മ. परमेश्वर जो शाऊल को बाइबल के इतिहास हम देख सकते हैं, सबसे बड़े एक मिशनरी सेवक के तौर पर परमेश्वर ने शाऊल को बनाया. अनेक कलीसियाओं को स्थापित करने के लिए, अलग अलग यात्राओं में जाने के लिए, कई लोगों को परमेश्वर के राज्य में प्रवेश कराने के लिए परमेश्वर ने शाऊल को, पौलुस को परमेश्वर ने इस्तेमाल किया. और अगर हम पौलुस से पूछे, हे पौलुस तुम्हारे जीवन में एक आशीष क्या है, कोई एक अच्छी आशीष तुम्हारे जीवन में क्या है, तब पौलुस ये कहेगा वो परमेश्वर की आवाज़ को सुनने के लिए, परमेश्वर की महिमा के बीच में, परमेश्वर की उपस्थिति के मध्य में परमेश्वर की आवाज़ को सुनकर जीवन को बिताने के लिए परमेश्वर ने मुझे मौका दिया. ये मेरे जीवन का सौभाग्य है. ശ്രദ്ധിക്കണമേ, ഇതുവരെ പൗലോസിന്റെ യാത്രകൾ താൻ പഠിച്ചറിഞ്ഞതും താൻ മനസ്സിലാക്കിയും തന്നെ പഠിപ്പിച്ചതുമായ നിരവധി വിഷയങ്ങളാണ് തന്നെ ഇതുവരെ കൊണ്ടുവന്നത്. പക്ഷേ ഇന്നു മുതൽ താൻ യാത്ര ചെയ്യാത്ത പുതിയൊരു മേഖലയിൽ, താൻ ഒന്നും അറിയാത്ത, താൻ ഒരു ശിശുവിനെ പോലെ ഈ ആത്മീക ലോകത്തിൽ ഒരു പിഞ്ചു ശിശുവായി താൻ ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ പോലെ പിറന്നു വീണപ്പോൾ ദൈവം പറയുന്നു, ഇനിയും നിനക്ക് നടക്കേണ്ടുന്ന വഴി നിനക്ക് ഉപദേശിച്ചു തരേണ്ടതുള്ളത് കൊണ്ട് നിന്നോട് കൂടെ ഞാൻ ഇരിക്കും. अभी तक उसने जो कार्य, जो चीजें सीखी, व्यवस्था से सीखी, अपनी मन मर्जी के अनुसार, अभी तक वो दमिश्क में आ रहा था. लेकिन दमिश्क में आने के बाद जो उसे करना है, जो चीजें परमेश्वर ने योजनाएं बनाई थी, जो चीजें परमेश्वर ने अपनी योजनाओं में पौलुस के लिए बनाई थी, उसे परमेश्वर ने बताया, परमेश्वर ने उसे मार्गदर्शन दिखाया. ചിലപ്പോൾ പലപ്പോഴും ജീവിതത്തിലെ പല വഴികളിൽ ഒന്നും അറിയാതെ കർത്താവ് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുവാൻ കഴിയാതെ, ഒന്നും മനസ്സിലാക്കുവാൻ കഴിയാതെ നാം ഞെരുങ്ങുമ്പോൾ എത്രയോ തവണ ദൈവം നമ്മൾ സംസാരിച്ചില്ലേ? അതേ ദൈവീയ ശബ്ദമല്ലേ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത്? जब हम अपनी परिस्थितियों में, अपने जीवन में हम भटक जाते हैं, कभी कभी परिस्थितियों में हम फंस जाते हैं, तो परमेश्वर की आवाज ही है जो हमें बचाती है, हमें छुड़ाती है. പൗലോസിന്റെ അകത്ത് ഒരുപാട് ജ്ഞാനമുണ്ടായിരുന്നു, ഒരുപാട് അറിവുകൾ ഉണ്ടായിരുന്നു, വളരെ ജ്ഞാനിയായിരുന്നു. തന്റെ നമുക്കറിയാം, പഴയ നിയമ പാഠങ്ങളെ നന്നായി പഠിച്ച് പൂർണ്ണ പരീക്ഷനായ തനിക്ക് താൻ നമുക്കറിയാം യഹൂദ പാരമ്പര്യം അനുസരിച്ച് നന്നായി അറിവുണ്ടായിരുന്ന പൗലോസിന്, പക്ഷേ ഇനി മുതൽ ആ അറിവലവനെയോ ഈ ആത്മീക ലോകത്തെ ക്രൈസ്തവ സഭയുടെ ചിട്ടകളെയും ആ പ്രമാണങ്ങളെയും ഒന്നും അറിയാതെ ഒരു ശിശുവായി പിറന്ന തനിക്ക് കൃത്യമായ ദൈവിക ഗൈഡൻസിന്റെ ആവശ്യമായതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് സംസാരിക്കും. जो शाऊल को हम देख सकते हैं, बहुत ही ज्ञानी व्यक्ति, व्यवस्था के चीजों को अपने मन में रटा हुआ एक व्यक्ति था शाऊल. और जब शाऊल दमिश्क में आता है, एक बच्चे के समान वो जमीन पे गिर जाता है, रो रहा था, वो भटक गया था और उसे जो कार्य उसे करना था उसे नहीं पता था. लेकिन परमेश्वर एक मार्गदर्शन के तौर पे परमेश्वर से कहता है जो तुम्हें करना है, जो चीजें तुम्हें करनी है, वो परमेश्वर
परमेश्वर जो है वो जो तुम्हें करना है वो तुम्हें बताया जाएगा। ചിലപ്പോൾ ജീവിതത്തിന്റെ വഴികൾ നാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഒത്തിരി അനുഭവത്തിൽ, ശുശ്രൂഷകളിൽ എല്ലാം ഒന്നും മനസ്സിലാക്കുവാൻ കഴിയാതെ എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. പഠിച്ച പാഠങ്ങളോ നമ്മുടെ അറിവുകളോ ഒന്നും ഫലപ്രദമാകുന്നില്ല. നാം ഞെരുങ്ങുമ്പോൾ എത്രയോ തവണ നമ്മുടെ കൂടെ ഇരുന്ന് കർത്താവ് നമ്മൾ ഹൃദ്യമായി സംസാരിച്ചിട്ടില്ലേ? हम भटक गए थे अपने अपने चीजों में, हम लोग को समझ में नहीं आ रहा था कि कैसे करेंगे, लेकिन परमेश्वर की आवाज ही है जो हमें राह दिखाकर, हम जो भटके हुए थे हमें राह पर लाने के लिए परमेश्वर की आवाज ही है जो हमारे साथ थी। ബൈബിളിലെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ദൈവമാണെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ. हमारे जीवन का सबसे बड़ा आनंद का विषय ये है कि बाइबल का परमेश्वर हमसे बात करने वाला परमेश्वर है। നമ്മളെ ഒരു ലോകത്ത് നിന്ന് മറുലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തിന് ആ ബന്ധനങ്ങളെ തകർത്തിട്ട് പുതിയൊരു രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് അവിടെ ഒരു ശിശുവിനെ പോലെ പിറന്നു വീണ പൗലോസിന് ഇപ്പോൾ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമായതുകൊണ്ട് തന്നോട് ദൈവിക ശബ്ദം കണ്ടോ അവസരങ്ങളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മനസ്സിലാക്കിയിട്ട് സ്വർഗം ഇറങ്ങി എന്ന് പറയുന്നു. പൗലോസേ നിന്നോട് ഞാൻ സംസാരിക്കും. यहाँ पे हम देख सकते हैं एक शैतान के राज्य में, मतलब यहूदी परंपराओं के राज्य में, यहूदी बंधन में जो शाऊल बंधा हुआ था, जब वो दमिश्क में आता है वो गिर जाता है, एक बच्चे के समान वहाँ पे पड़ा हुआ था, एक भटका हुआ व्यक्ति के समान वहाँ पे पड़ा हुआ था। उसके जीवन में कोई लक्ष्य नहीं था, कोई दर्शन नहीं था, जिस मार्ग में उसे चलना है उस मार्ग पे उससे कैसे चलना है उसे नहीं पता था, क्या क्या चीज़ उससे करनी थी वो उसे नहीं पता, लेकिन परमेश्वर उससे कहता है जो तुम्हें करना है वो तुम्हें बताया जाएगा। മറ്റൊരു വിഷയം ചിന്തിച്ചാൽ നമുക്കറിയാം, ഈ താൻ ജനിച്ചു വീണ തന്നെ ഇപ്പോൾ കർത്താവ് വിളിച്ച ഈ മേഖലയിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വിരോധങ്ങളും ശത്രുക്കളും പിശാചിന്റെ തന്ത്രങ്ങളും എല്ലാം നിരവധി തന്റെ മുമ്പിൽ കണികളെ പോലെ കാത്തു നിൽക്കുമ്പോൾ ഇവിടെ ആവശ്യം ദൈവിക മാർഗനിർദ്ദേശമായതുകൊണ്ട് ഈ കഷ്ടതകളെ തരണം ചെയ്ത് അക്കരയ്ക്ക് പോകുവാൻ കഴിയണമെങ്കിൽ കൃത്യമായ ദൈവിക നിർദ്ദേശം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് പറയുന്നു, പൗലോസേ ഞാൻ നിന്നോട് സംസാരിക്കും. यहाँ पे शाऊल को एक बात जो हम देखते हैं, जो मार्ग में उसे चलना था उस मार्ग में बहुत बड़ा सताव होना था, उस मार्ग में बहुत सारे कष्ट थे, उस मार्ग में बहुत सारे दुख थे, जो मार्ग में उसे चलना था उस मार्ग से बड़ी कठिनाई थी, लेकिन परमेश्वर जिस राह पे उसे चलाने वाला था उसे परमेश्वर उसे पहले से बताकर उसे एक अच्छा मार्गदर्शन दिखाकर उस स्वर्ग राज्य में परमेश्वर के साथ पहुंचने के लिए, परमेश्वर की आवाज को सुनने के लिए परमेश्वर ने इस सौभाग्य शाऊल के पौलुस के जीवन में दिया। ഈ ദിവസങ്ങളിൽ ഒരുപാട് വെല്ലുവിളികൾ സുവിശേഷ വിരോധമായും സഭയ്ക്ക് വിരോധമായും എല്ലാം നേരിടുമ്പോൾ നമുക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഹല്ലേലൂയ. ദൈവം ഭാഗിരുന്ന് ദൈവത്തോട് ചോദിക്കാൻ, കർത്താവ് എന്നോട് ഉള്ള ഈ സമയത്ത് നിന്റെ നിർദ്ദേശവും ആലോചനയും എന്താണ്? सताव का समय जब हमारे आस पड़ोस में चलता है, ललकार की बातें आती हैं, कलीसिया के विरुद्ध में लोग खड़े होते हैं, तब हमारी ये आवश्यकता है, ये हमें जरूरी है कि हम परमेश्वर की आवाज को सुने। യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ ചരിത്രമുണ്ട്. താൻ യെരിഹോയുടെ അടുത്ത് നിൽക്കുന്ന ചിത്രമുണ്ട് അതിന്റെ 5-6 അധ്യായങ്ങളിൽ. यहाँ पे हम देख सकते हैं यहोशू की किताब में हम देख सकते हैं जब यरीहो के दीवार के करीब जब वो लोग आ गए थे तब वहाँ पे इस प्रकार लिखा हुआ है. നാം വായിക്കുന്നു, താൻ നോക്കുമ്പോൾ ഒരു പുരുഷൻ ഊരിപ്പിടിച്ച വാളുമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന ചിത്രം നാം വായിക്കുന്നു. वहाँ पे ऐसा लिखा हुआ यरीहो के मार्ग के किनारे, यरीहो के उस दीवार के किनारे एक व्यक्ति खड़ा हुआ है तलवार के लेकर, वहाँ एक व्यक्ति खड़ा हुआ है. താൻ ചോദിക്കുന്നു, യോശുവയുടെ ചോദ്യം ഇതാണ്, നീ നമ്മുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? वहाँ पे यहोशू से पूछता है कि तुम हमारे पक्ष के हो कि तुम दुश्मन के पक्ष के हो? അപ്പോൾ ദൂതനായ ദൂതൻ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ സേനയുടെ അധ്യക്ഷനായി ഇറങ്ങി വന്നിരിക്കുന്നു. वहाँ पे वो व्यक्ति कहता है कि मैं परमेश्वर की सेना का एक सेना का एक भाग हूँ, एक सैनिक हूँ, परमेश्वर ने मुझे यहाँ पे भेजा है. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. वहाँ पे यहोशू से कहता है जो स्थान में तुम खड़े हो वो स्थान पवित्र है, अपने पैरों से अपने चप्पल को उतार दो. വായിക്കുന്നു, ഇനി എങ്ങനെ യെരിഹോയെ കീഴ്പ്പെടുത്തണമെന്നുള്ള വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിട്ട് യോശുവയെയും തന്റെ കൂട്ടരെയും ഒരു ജയത്തോടെ മുമ്പോട്ട് നടത്തുവാനായി സ്വർഗത്തിന്റെ സേനയുടെ അധ്യക്ഷനായി ഇറങ്ങി വന്ന ദൈവദൂതനെയാണ് നാം ഇവിടെ കാണുന്നത്. हम देख सकते हैं यहोशू को किस प्रकार यरीहो के मार्ग में, यरीहो के दीवार के उस पार जाना है, अपने लोगों को एक जयवंत के साथ वहां कैसे ले जाना है,
इस कार्य के लिए स्वर्ग ने स्वर्गीय सेना के अध्यक्ष को वहाँ पे यरीहो के दीवार के पास परमेश्वर ने भेज दिया। അധികം യുദ്ധം ചെയ്ത് ശീലമില്ലാതിരുന്ന അല്ലെങ്കിൽ എരിഹോ പോലുള്ള പട്ടണങ്ങളെ ആമെ പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും ആമെ കീഴ്പ്പെടുത്തുവാൻ അതിന്റെ മതിലിനെ ഇടിച്ചുള്ള പരിചയമില്ലാതിരുന്ന യോശുവായ്ക്ക് ഇപ്പോൾ വ്യക്തമായ ദൈവിക നിർദ്ദേശത്തിന്റെ ആവശ്യമുണ്ടായത് കൊണ്ട് ആമേൻ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് പറയുന്നു, ആമേൻ യോശുവേ നീ പ്രകാരം യുദ്ധം ചെയ്യണം. युद्ध करने का एक अनुभव यहोशू के जीवन में नहीं था। कैसे युद्ध करना होता है, कैसे चीजों को संभालना होता है, कैसे दीवार को तोड़ना होता है, एक अनुभव नहीं था। उसके पास कोई मार्ग नहीं था, उसे कैसे चीजों को करना है उसे पता नहीं था। लेकिन एक मार्गदर्शक के तौर पे एक मार्ग में चलाने के लिए स्वर्ग ने अध्यक्ष को, परमेश्वर ने अपनी सेना के अध्यक्ष को यहोशू के पास भेजा कि हे यहोशू तुम्हें ये चीज को, इस कार्य को इस प्रकार करना है. ആമേൻ ദൂതൻ നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നു. അങ്ങനെ ആ പട്ടണത്തെ വളരെ ഈസിയായി ജയിച്ച യോശുവയും കൂട്ടരെയുമാണ് നാം യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. यहोशू किताब में देखते हैं वो स्वर्गदूत के द्वारा और परमेश्वर ने जो योजना बनाई थी स्वर्गदूत के द्वारा यहोशू को वो यरीहो के उस शहर को कब्जा करने के लिए यहोशू के द्वारा और वो स्वर्गदूत के द्वारा वो यरीहो के उस शहर को जीतने के लिए परमेश्वर ने यहोशू को मदद की. വേദപുസ്തകം ഇതുപോലെ വിശുദ്ധന്മാരുടെ യാത്രകളിൽ ഉണ്ടായ പ്രതിസന്ധികളിൽ അവർ ഇതുവരെ ചെയ്യാതിരുന്ന യുദ്ധമേഖലകളിൽ അവർ കടന്നു പോകാതിരുന്ന വലിയ പ്രതിസന്ധിയുടെ മധ്യേ ആമേ സ്വർഗവും സ്വർഗദൂതന്മാരും ഇറങ്ങി വന്ന് മാർഗനിർദ്ദേശം നൽകിയ നിരവധി ചിത്രങ്ങൾ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ऐसे कई बार घटनाएं हम पढ़ते हैं जब कार्य जो परिस्थितियां से वे अनुभव नहीं थे, जो चीजों को उन लोगों को करना था उन्हें नहीं पता कि चीजों को कैसे करते हैं, अनुभवी लोग नहीं थे. हम देख सकते हैं ऐसे कई सारे उदाहरण बाइबल में हैं कि परमेश्वर आकर परमेश्वर की आवाज को सुनने के लिए परमेश्वर ने उन्हें मदद की. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ പരിശോധിച്ചാലും ഇതിനെ നമ്മുടെയും സാക്ഷ്യങ്ങൾ എത്രയോ തവണ എരിഹോ പോലെ വലിയ പ്രതിസന്ധികളിൽ, യോർദാനിലെ അതേ അനുഭവങ്ങളിൽ, ചെങ്കടലിലെ അനുഭവങ്ങളിലെല്ലാം ആമേ ദൈവിക ശബ്ദം കേട്ടല്ലേ മുമ്പോട്ട് നാം കടന്നു വന്നത്. जीवन को टटोल कर देखें कि कई बार ऐसे यरीहो की दीवार जैसी परिस्थितियां, यरदन नदी जैसी परिस्थितियां हमारे जीवन में आई, आंधियां आई, लेकिन परमेश्वर की आवाज ही है जो हमें उन परिस्थितियों से जयवंत से जीतने के लिए परमेश्वर ने हमें मदद की. നിരവധി ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ആമേൻ ഈ വചനത്താൽ ഉറക്കട്ടെ. നിശ്ചയമായും നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്. वचन को सुनते समय हमारा हृदय दृढ़ न होने पाए और परमेश्वर हमसे बात करने वाला परमेश्वर है. ആമേൻ നമ്മോട് കൂടെ ഇരുന്ന് പ്രതിസന്ധികളിൽ ഈ ദമസ്കോസിൽ ഒരു ശിശുവായി നീ പിറന്നു വീണ് ശരിയാണ്, നിനക്ക് ഇവിടുത്തെ ഒരു കാര്യം അറിഞ്ഞുകൂടാ. ആമേൻ ഇനി എങ്ങനെ പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കണം, ആരോട് യുദ്ധം ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ നീക്കണം, ആരെ കാണണം, എങ്ങനെ ഏത് വഴിയിൽ മുമ്പോട്ട് നീങ്ങണം ഒന്നും അറിയാതെ ഒരു അന്ധനായി പൂർണ്ണാന്ധനായി ദമസ്കോസിൽ അവൻ വീണ് കിടക്കുന്ന ശൗലിനോടുള്ള ദൈവിക ശബ്ദം ഞാൻ നിന്നോട് ഇനിയും സംസാരിക്കും. एक भूमि पर पड़ा हुआ शाऊल रो रहा है, अंधा है, उसे पता नहीं चीजों को कैसे करना है, उसे पता नहीं आने वाले दिनों में उसके जीवन में क्या क्या परिस्थितियां आएंगी, उन परिस्थितियों से कैसे उसे बचना है, किन का विरोध करना है, किन के साथ युद्ध करना है, किन के साथ कैसे बात करना है, कैसे चीजों को संभालना है. पौलुस को, शाऊल को कुछ भी नहीं पता. एक शिशु के समान वो दमिश्क की भूमि पर पड़ा हुआ है. तो परमेश्वर उससे कहता है, हे शाऊल जो तुम्हें करना है वो तुम्हें बताया जाए. നമുക്കറിയാം അങ്ങനെ ദൈവം പാകം നിലവിളിച്ച് പ്രാർത്ഥിച്ച ആമേ ശൗലിന്റെ ജീവിതത്തിലെ ഇനിയുള്ള ചരിത്രങ്ങൾ നമുക്കറിയാമല്ലോ. ആമേ ദൈവിക ശബ്ദത്തിന് പിന്നാലെ യാത്ര ചെയ്തിട്ട് ആമേൻ താൻ നടന്ന വഴികൾ ദമസ്കോസിലും അതിനുശേഷം ചില നാളുകൾക്ക് ശേഷം താൻ യെരുശലേമിലേക്ക് വരുന്നു. യെരുശലേമിന് ശേഷം തർസോസിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അറേബ്യ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അങ്ങനെ ഇവിടെ വെച്ചുള്ള ദീർഘദൂര യാത്ര ദൈവത്തിന്റെ ശക്തനായ ശുശ്രൂഷകനായ ഒരു ഏറ്റവും വലിയ മിഷണറിയായി താൻ മാറി. അതിന്റെ പിറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രാവിലെ നാം ആത്മാവിൽ ചിന്തിക്കുന്നു. തന്നോട് കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ദൈവം നാളുകളെ കുറിച്ച് താൻ ആകുലപ്പെട്ടിരുന്നപ്പോൾ താൻ എങ്ങനെ അക്കരെ എത്തുമെന്ന് പ്രയാസപ്പെട്ടപ്പോൾ ഹൃദ്യമായി സംസാരിച്ച ദൈവിക ശബ്ദമാണ് തന്നെ विजयത്തിലേക്ക് കൊണ്ടുവന്നത്. जब ये आयत को हम पढ़ते हैं, इस आयत के बाद के इतिहास को हम जानते हैं. शाऊल को परमेश्वर ने इस्तेमाल किया अलग अलग राज्यों में जाने के लिए, अलग अलग देशों में जाने के लिए, उस कई सारी मिशनरी यात्राएं करने के लिए, कई सारे कलीसिया को स्थापित करने के लिए परमेश्वर ने शाऊल के द्वारा परमेश्वर ने अपनी योजना को पूरा किया. एक बाइबल के इतिहास के सबसे बड़े मिशनरी सेवक के तौर पे परमेश्वर ने इस्तेमाल किया. इन सब के पीछे कारण, एकमात्र कारण ये है कि परमेश्वर ने जो
आवाज परमेश्वर ने शाऊल की तरफ भेजी थी, वो आवाज सुनकर शाऊल अपने जीवन को व्यतीत कर रहा था। ആമേ പുതിയ ലോകത്തിലേക്ക് പിറന്നു വീണ പൗലോസ് നിരവധി ശത്രുക്കളും നിരവധി പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നു. തന്റെ കൂടെ നിൽക്കേണ്ടവർ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അനന്യാസ് പോലും പറയുന്നു, അല്ല അവൻ ഇവൻ ശത്രുവാണ്. അതെ, നമുക്കറിയാം. അതിനുശേഷം യെരുശലേമിലേക്ക് വരുമ്പോൾ യെരുശലേമിലെ അപ്പോസ്തലന്മാർ പോലും തന്നെ സ്വീകരിക്കുന്നില്ല. അവൻ കൂടെ നിർത്തേണ്ടവർ ആമെ സ്വീകരിക്കാതിരിക്കുന്ന പ്രത്യേക മാനസിക പ്രതിസന്ധിയുടെ പ്രത്യേക സന്ധികളിൽ ആമെ ദൈവിക ശബ്ദം കേട്ടാണ് പൗലോസ് ഒരു ജയാളിയെ പോലെ മുമ്പോട്ട് നീങ്ങിയത്. एक दुनिया से दूसरी दुनिया में आकर एक शिशु के समान पैदा हुआ शाऊल जब वहाँ पे दमिश्क में पड़ा हुआ था तो उसको कोई सहायता नहीं कर रहा था। साथी वाला अनन्यास भी कह रहा था कि ये शत्रु है, ये विरोध करने वाला व्यक्ति है। जब वो परमेश्वर ने उसे चंगा कर दिया था, वो जब यरूशलेम में आया था तब भी प्रेरित उसका स्वीकार नहीं कर रहे थे कि ये विरोधी है, ये शत्रु है, ये हमारे मध्य के नहीं है। ആമേ ശ്രദ്ധിക്കണമേ, നമ്മുടെ ജീവിതത്തിൽ കൂടെ നിൽക്കേണ്ടവർ നമ്മളെ തള്ളിക്കളയുമ്പോൾ, जब प्रियो हमारे साथ में रहने वाले जब हमें त्याग देते हैं तो ആമേ നമ്മെ സുരക്ഷിതരായി സംരക്ഷിക്കേണ്ട മാതാപിതാക്കളെ പോലെ ആമേ നമ്മളെ പരിപാലിക്കേണ്ടവർ പോലും നമുക്ക് വിരോധമായി വിരൽ ചൂണ്ടുമ്പോൾ, जब हमारा पालन पोषण कर हमारी रक्षा करने वाले लोग हमें त्याग देंगे तो ഇന്ന് രാവിലെ ആത്മാവിൽ സന്ദേശത്തിന് ആഴങ്ങളെ ശ്രവിക്കണമേ. ആമേ നമ്മുടെ ഏറ്റവും അടുത്ത സഖിയായി ദമസ്കോസിൽ നീ ഒരു അപരിചിതനെ പോലെ ആമേൻ വന്ന് ഇറങ്ങി നിനക്ക് കൂടെ നിൽപ്പാൻ ആരുമില്ല, എല്ലാം പ്രതികൂലങ്ങൾ, വഴിയെല്ലാം അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ഇന്ന് രാവിലെ ദൈവശബ്ദം ഓർക്കണമേ. അല്ല ഹല്ലേലൂയ, നീ ആമേ കാര്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിനക്കൊരു ദീർഘയാത്ര ചെയ്യുവാനുണ്ട്. ആമേൻ നീ പിറന്നു വീണ ലോകത്തിന്റെ അധിപതിയായി നീ മാറുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ ക്രൈസ്തവ ലോകത്തിന്റെ ഏറ്റവും മുമ്പ് നിൽക്കുന്ന ആമേൻ നിൽക്കേണ്ട ഒരു വലിയ അഭിഷിക്തൻ പിറന്നു വീണ മണ്ണിൽ ആരും തന്നെ അറിയാതിരുന്നപ്പോൾ പറയുന്നു, ആമേൻ ഞാൻ നിന്നോട് സംസാരിക്കും. जब हमारे जीवन में विरोध होता है, हम लोग हमें त्याग देते हैं, दमिश्क में हम अकेले पड़े हुए हैं, रो रहे हैं, भूमि पर गिरे हुए हैं, तो परमेश्वर का वचन हमसे कहता है कि जो तुम्हें करना है वो तुम्हें बताया जाएगा। तुम्हें परमेश्वर आपको इस्तेमाल करने के लिए कई सारी यात्राओं में, मिशनरी यात्राओं में जाने के लिए परमेश्वर आपका इस्तेमाल करेगा। രാവിലെ ആത്മാവിൽ സന്ദേശത്തിന്റെ കാതലായ ശബ്ദം കേൾക്കണമേ. പലപ്പോഴും ആരും നമ്മെ സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ, कई बार आज के इस वचन को अगर हम ध्यान देंगे तो जब कोई भी हमें सहायता नहीं करता है, നമ്മുടെ മേൽ വലിയ ദൈവിക വിളിയും പദ്ധതിയുമുണ്ട്, പക്ഷേ കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കുന്നില്ല. हमारे ऊपर बहुत बड़ी बुलाहट है लेकिन साथ वाले हमें समझ नहीं रहे। ആമേ അവർ നമ്മളെ ശത്രു എന്നെണ്ണി മാറ്റി നിർത്തുമ്പോൾ, लोग हमें शत्रु और एक विरोधी के तौर पर देखेंगे तो പൗലോസിനോട് ദൈവശബ്ദം ഇതാണ്, പൗലോസേ ശൗലേ നീ പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. जो शाऊल को परमेश्वर कहता है, परमेश्वर हमसे भी कहता है नगर में जाओ, मैं तुम्हें बताऊंगा। ഓ ഹല്ലേലൂയ, ആ വാക്കിന്റെ ആഴങ്ങൾ ഇന്ന് രാവിലെ ആത്മാവിൽ മനസ്സിലാക്കണമേ. इस आयत के विषय को अपने हृदय में संभाले प्रियो। ഞാൻ അവിടെ വെച്ച് നിന്നോട് സംസാരിക്കും. मैं वहां जाकर तुमसे बात करूंगा। ആമേൻ. താൻ കണ്ണടച്ച് അല്ലെങ്കിൽ അന്ധനായി ആമേൻ ആരെയും കാണുവാൻ കഴിയാതെ തന്നെ വിളിച്ച കർത്താവിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഒരു അന്യനാട്ടിൽ ആമേൻ താൻ തീർത്തും ബലഹീനനായി ഇപ്പോൾ ഇതാ ആമേൻ താൻ ആയിരിക്കുമ്പോൾ തന്നോടുള്ള ദൈവിക സന്ദേശം ഇതാണ്, ഞാൻ നിന്നോട് സംസാരിക്കും. दमिश्क में एक नए जगह में एक अंधे के तौर पर, बलहीन के तौर पर, कमजोर होकर शाऊल जब वहाँ पे पड़ा हुआ था, वहाँ पे किनारे पड़ा हुआ तो रो रहा था, तो परमेश्वर से कहता है तुम नगर में जाओ, जो तुम्हें करना है तुम्हें बताया जाए। രാവിലെ ആത്മാവിൽ പറയാമോ, ഈ ദമസ്കോസിൽ ഞാൻ അപരിചിതനായി പിറന്നുവെങ്കിലും പക്ഷേ എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം, എന്നോട് കൂടെ നിന്ന് എനിക്ക് ആലോചന പറഞ്ഞത് കർത്താവുള്ളത് കൊണ്ട് ആമേ ഞാൻ താമസമിന ഹല്ലേലൂയ ഈ ദമസ്കോസിന്റെ അധിപതിയായി ഇവിടുത്തെ ആത്മീക മണ്ഡലങ്ങളെ ചലിപ്പിക്കുന്ന ആത്മീക നേതാവായി ഹല്ലേലൂയ ആരും കേൾക്കാത്ത ആരും കാണാത്ത ആത്മീക വിഷയങ്ങളെ കുറിച്ചുള്ള അഗാധമായ ബോധ്യവും ആമേ ദർശനവും പ്രാപിച്ച് ആമേ അനേക സഭകൾ സ്ഥാപിക്കുന്ന, അനേകരെ ഒരുക്കുന്ന ആത്മീക മണ്ഡലത്തിന്റെ ആമേൻ ശക്തരായി മാറുന്ന ദിവസം ആമേൻ അധികം ദൂരെ അല്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ പറയാമോ കർത്താവേ ഹല്ലേലൂയ ആമേ പ്രതികൂലങ്ങളെല്ലാം ഞാൻ തരണം ചെയ്ത് മുമ്പോട്ട് പോകും. കാരണം എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം
അവന്റെ കൂടെയുണ്ട്. जब हम कमजोर पड़े होते हैं, बलहीन पड़े होते हैं, एक अंधे के समान, शाऊल जो अंधा था उसके समान जब हम इधर उधर भटक रहे होते हैं, तो आज के वचन के द्वारा अपने हृदय में इस बात को रखें कि हमसे बात करने वाला परमेश्वर, हमारे लिए सोचने वाला परमेश्वर, हमसे प्रेम करने वाला परमेश्वर हमारे साथ है। हमारी जो योजनाएं हैं उस योजनाओं के अनुसार नहीं, क्योंकि परमेश्वर की योजना है, उस योजना के अनुसार परमेश्वर हमें चलाएगा। ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാവിലെ ആരെങ്കിലും കർത്താവേ ഞാൻ ഈ കാര്യങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ശുശ്രൂഷയിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ജോലി മേഖലകളിൽ പലപ്പോഴും പല കൺഫ്യൂഷനുകൾ, ആമേൻ ആമേ, ഒരിടത്തുനിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഇന്ന് രാവിലെ ആത്മീയ സന്ദേശം ഇതാണ് നമ്മളോട്. ഹല്ലേലൂയ. ആമേ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ദമസ്കോസിലെത്തിയാൽ നാം ഇവിടെ വെച്ച് പരാജയപ്പെട്ട് മടങ്ങിപ്പോകേണ്ടി വരികയില്ല. പിന്നെയോ ഹല്ലേലൂയ, ഇത് നമ്മുടെ ആരംഭ സ്ഥാനമായതുകൊണ്ട് ദീർഘദൂര യാത്രകൾ നമുക്ക് ചെയ്യുവാനുണ്ട്. ആമേ, ലോക ചരിത്രത്തിന്റെ, ക്രൈസ്തവ ചരിത്രത്തിന്റെ അധ്യായങ്ങൾ നാം മറിച്ചു നോക്കുമ്പോൾ ഏറ്റവും വലിയ മിഷണറിയായി, ഏറ്റവും വലിയ ആമേ സഭാ നേതാക്കന്മാരിലെ പ്രധാനിയായി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്ന പൗലോസിനെയാണ് കർത്താവ് ദമസ്കോസിൽ തന്നോട് പറയുന്നത്, ആമേ ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. अगर आज हमारे जीवन में कोई परिस्थितियां हैं, कमजोरियां हैं, हमें समझ नहीं आ रहा है कि हमें चीज़ों को कैसे चीज़ों को संभालना है, हम भटके हुए हैं, तो एक बात हमें आज के इस वचन के द्वारा हमें बात समझनी है। अगर आप दमिश्क में आए हैं, तो अगर आप दमिश्क में हो तो परमेश्वर अपनी योजना के अनुसार, अगर हम अपनी इच्छा के अनुसार आए हैं तो वो नहीं होगा। अगर हम परमेश्वर की इच्छा के अनुसार चलेंगे तो परमेश्वर, हमें शाऊल को जिस प्रकार परमेश्वर ने इस्तेमाल किया था, एक मिशनरी के तौर पे, एक सेवक के तौर पे, कलीसिया को स्थापना करने के लिए परमेश्वर जिस प्रकार शाऊल को इस्तेमाल किया था, उस प्रकार परमेश्वर हमें भी इस्तेमाल അതിനുശേഷമുള്ള ദൈവിക ഇടപെടലിനെല്ലാം വേദപുസ്തകം ശക്തമായ സാക്ഷ്യം പറയുന്നു. എത്രയോ ആമേ തവണ ആമേ ദൈവിക ഇടപെടലുണ്ടായി. ദൈവം തന്നോട് സംസാരിക്കുന്നു, കരയിൽ സംസാരിക്കുന്നു, കടലിൽ സംസാരിക്കുന്നു, ജയിലിൽ സംസാരിക്കുന്നു, ഏകനായി യാത്ര ചെയ്യുമ്പോൾ സംസാരിക്കുന്നു, രാത്രിയിൽ ഉറങ്ങുമ്പോൾ സംസാരിക്കുന്നു, ആമേ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കുന്നു. ദൈവിക ശബ്ദം, ആമേ ദൈവിക ശബ്ദം എപ്പോഴും ആമേ താൻ ദൈവിക ശബ്ദം കേട്ടിട്ടാണ് ആമേ താൻ മുമ്പോട്ട് യാത്ര ചെയ്തത്. बाद भी कई बार कई ऐसी घटनाएं आई कि जब वो अकेला हो गया था, वो बलहीन हो गया था, लेकिन परमेश्वर की जब आवाज उसके पास आई थी, वो वापस अपनी सेवा में, अपनी चीजों में मगन हो गया. നന്ദിയോടെ കർത്താവിന് സ്വന്തം പറയാമോ? കർത്താവേ, നിശ്ചയമായും ആമേൻ ഞാൻ ഈ ദമസ്കോസിനെ കീഴ്പ്പെടുത്തും, അതിനുശേഷം ജെറുസലേമിൽ ആമേ ദൈവശക്തിയാൽ ആമേ ഞാൻ കാര്യങ്ങൾ എന്നെ വിളിച്ച വിളിയിലേക്കുള്ള യാത്ര ഞാൻ നടത്തും. ഞാൻ തർസോസിലേക്ക് മടങ്ങിപ്പോകും, അറേബ്യയിൽ പോകും, പിന്നെ ഞാൻ മിഷണറി യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങും, ആമേ ദേശങ്ങളെ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ. ആമേ ദൈവിക പദ്ധതി, വലിയ ദൈവിക പദ്ധതിയുള്ള നാം എന്തിന് ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം? ദമസ്കോസിൽ നമ്മോടുള്ള രാവിലെ ഇന്ന് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്ന, നിശ്ചയമായും ആമേ ദൈവിക പദ്ധതികൾ നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവ്. ആമേ നമ്മോട് ആലോചന പറയുന്ന കർത്താവ്. परमेश्वर से बात करने वाला परमेश्वर है. आज हम अगर दमिश्क में है तो हमें परमेश्वर यरूशलेम में कार्य, हमें परमेश्वर इस्तेमाल करेगा अलग अलग जगह जाकर परमेश्वर की सेवा करने के लिए, मिशनरी यात्रा में जाने के लिए, कलीसिया की स्थापना करने के लिए वो परमेश्वर हमारे इस्तेमाल करेगा. കർത്താവ് പറയുന്നു ഞാൻ നിന്നോട് സംസാരിക്കും. परमेश्वर हमसे बात करने वाला परमेश्वर. ആമേൻ. പൗലോസിന് പറയും ഞാൻ നിന്നോട് സംസാരിക്കും. पौलुस से परमेश्वर कहता है मैं तुमसे कहूंगा. ആമേൻ തന്നോട് സംസാരിച്ചു. मैं तुमसे बात करूंगा. ആമേൻ തന്റെ യാത്രയിൽ ഉടനീളം ദൈവിക ശബ്ദം കേട്ട് താൻ യാത്ര ചെയ്യുന്നു. लेकिन जो आवाज सुनने के बाद वो यात्रा तुम्हें करना है. ആത്മാവിൽ അവർ പറയാമോ? കർത്താവേ, ആമേൻ എന്നോട് കേട്ട ദൈവിക ശബ്ദം, എന്നെ കേൾപ്പിച്ച ദൈവിക ശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. कितने लोग परमेश्वर को धन्यवाद कर सकते हैं? प्रभु आपका जो वचन है, आपकी जो आवाज है, आप सुनने के लिए, आपका आवाज मैं सुनने के लिए आपने मुझे सहायता का धन्यवाद. ഇന്നലെ എത്രയോ തവണ ദൈവിക ശബ്ദം നാം കേട്ടവരാണ്. कितने लोग अभी तक परमेश्वर की आवाज को सुने हैं? ആമേൻ. ധ്യാനത്തോടെ കർത്താവ് പറയാൻ, കർത്താവേ എന്നോട് വീണ്ടും സംസാരിക്കണമേ. प्रभु आप मुझसे वापस बात करें, आप मुझसे बात करें प्रभु. കർത്താവ് പറയുന്ന എല്ലാ ഇടങ്ങളിലും നാം കടന്നു പോകും. जब हम परमेश्वर से कहता है हम हर जगह जाएंगे. നമുക്കറിയാം കർത്താവ് വിലക്കുന്ന ഇടങ്ങളുമുണ്ട്. ആമേ പൗലോസ് നീ ആസിയിൽ യാത്ര ചെയ്യരുത്, आसिया में नहीं जाना. शाऊल पौलुस से प्रभु कहता है हे पौलुस तुम्हें आसिया में नहीं जाना. ആമേ ഇടങ്ങളിൽ ആമേ വിലക്കുന്ന കർത്താവ് തന്റെ ശബ്ദത്തിലൂടെ പറയുന്നു നീ അവിടെ യാത്ര ചെയ്യരുത്. कई बार परमेश्वर हमसे आज्ञा देता है कि तुम्हें वहां नहीं जाना है. शाऊल को जिस प्रकार परमेश्वर ने कहा था ये शाऊल तुम्हें वहां नहीं जाना है. ആമേ ദൈവപ്രകാരം യാത്ര ചെയ്ത പൗലോസിനെയാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ അഭിഷിക്തനായ ദൈവം ഉയർത്തിയത്. परमेश्वर की योजना के अनुसार चलने वाले शाऊल को ही परमेश्वर ने सबसे बड़े एक मिशनरी सेवक के तौर पे इस्तेमाल किया. നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ കർത്താവിനെ
ആ അറിഞ്ഞ നമ്മുടെ മുൻപിൽ യാത്ര ചെയ്ത എത്രയോ പിതാക്കന്മാർ അവരെല്ലാവരും നിരന്തരം ദൈവിക ശബ്ദം കേട്ടിട്ടാണ് യാത്ര हम ചെയ്തിരുന്നത്. अपने आत्मिक पिताओं को अगर देखें तो वो सब अपनी इच्छा के अनुसार नहीं बल्कि परमेश्वर की आवाज को सुनकर अपने जीवन को व्यतीत करने वाले लोग थे. ആമേൻ. ദൈവിക ശബ്ദം കേട്ട് പലപ്പോഴും നമ്മുടെ വീടിനെ സമീപിച്ചവരും നാം ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടങ്ങളിൽ ദൈവിക ദർശനം പ്രാപിച്ച് നമ്മുടെ വീടുകളെ സമീപിച്ച് നമ്മോട് സുവിശേഷം അറിയിച്ചതുകൊണ്ടല്ലേ ആമേൻ നമ്മിൽ പലരും ദൈവ മുമ്പാകെ ഇന്നായിരിക്കുന്നത്. इतने बार हम अपने जीवन को टटोल कर देखें कि उनके पास हमारे जो आत्मिक पिताओं के पास परमेश्वर की आवाज जब पहुंची थी तो परमेश्वर के द्वारा उनके दास के द्वारा परमेश्वर ने हमसे बात की थी. ദാസിമാരിലൂടെ അവരോട് സംസാരിച്ച ദൈവിക ശബ്ദത്തിനനുസരിച്ച് അവർ പ്രതികരിച്ചുകൊണ്ടാണ് നമ്മിൽ പലരും ദൈവം മുമ്പാകെ ഇന്ന് രാവിലെ ആയിരിക്കുന്നത്. आज हम में से कई लोग ऐसे हैं जो परमेश्वर के जो आवाज उन आत्मिक पिताओं के कानों में पहुंची थी, उन्हीं के कारण आज हम परमेश्वर के विश्वास में हैं. നിശ്ചയമായും നാം മുമ്പോട്ട് യാത്ര ചെയ്യും. हम निश्चय ये है कि हम आगे यात्रा करेंगे. ദമസ്കോസിൽ നിരവധി പ്രതികൂലമുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മോട് സംസാരിക്കുന്ന ദൈവം അവിടെയുണ്ട്. दमिश्क में भले ही बहुत सताव है लेकिन हमसे बात करने वाला परमेश्वर हमारे साथ है. ആമേൻ. നിശ്ചയമായും നാം ദൈവ ശബ്ദം കേൾക്കും. हम ये निश्चय है कि हम परमेश्वर की आवाज को सुनेंगे. നാം പരാജയപ്പെട്ട് മടങ്ങിപ്പോകുന്നവരല്ല, പിന്നെയോ നാം ഇവിടെ ജയം പ്രാപിച്ച് ഇവിടുന്ന് മടങ്ങും. हम पराजित होकर वापस लौटने वालों में से नहीं बल्कि विजयी होकर यात्रा करने वालों में से. നമ്മുടെ മേൽ ദൈവത്തിന്റെ വലിയ പദ്ധതികളുണ്ട്. हमारे ऊपर परमेश्वर की बहुत सारी योजनाएं हैं. ഇന്ന് രാവിലെ പറയാൻ കർത്താവേ നന്ദി നിന്റെ വചനങ്ങൾക്കായി. परमेश्वर से बहुत धन्यवाद प्रभु आपके वचन के लिए. ദൈവിക ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കാം. പ്രാർത്ഥനാ മധ്യേ പറയാൻ കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ. परमेश्वर के इस वचन के लिए, परमेश्वर उसकी आवाज के लिए प्रियो इंतजार के साथ बैठे, प्रार्थना के साथ बैठे. നിശ്ചയമായും ദൈവശബ്ദം കേൾക്കുവാനുള്ള ആമേൻ താല്പര്യത്തോടെ ദൈവം ഉപകാരിക്കാം. परमेश्वर की आवाज को सुनने के लिए उत्साह के साथ परमेश्वर के साथ രാത്രികളിലും ആമേൻ പ്രഭാതങ്ങളിലും ഉണർന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ ദൈവിക ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കാം. जो प्रभु के दास से यहाँ बैठे हैं, जो रात को आधी रात में भी प्रार्थना करते हैं, भोर को उठकर भी प्रार्थना करते हैं. നിശ്ചയമായും നാം മുമ്പോട്ട് യാത്ര ചെയ്യും. हम निश्चय हम परमेश्वर के सामने आगे यात्रा करेंगे. പൗലോസേ നീ പട്ടണത്തിലേക്ക് പോകുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. हे शाऊल तू नगर में जा, मैं तुमसे वहाँ बात നീ करूंगा. ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും. जो तुम्हें करना है वो तुम्हें मैं बताऊंगा. നിശ്ചയമായി ദൈവം ആ കാര്യം ചെയ്തു. वो निश्चय परमेश्वर ने उस कार्य को पूरा किया. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുകയാണ്. परमेश्वर हमारे जीवन में भी पूरा करेगा. നമ്മുടെ ദൈവം സംസാരിക്കുന്ന കർത്താവ്, हमारा परमेश्वर बात करने वाला തന്റെ परमेश्वर, സന്ദേശം നമ്മൾ അറിയിക്കുന്ന കർത്താവ്, परमेश्वर अपनी बातों को हमसे कहने वाला പകലും परमेश्वर, രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നു. दिन रात हर समय बात करने वाला ജീവിതത്തിലെ സകല परमेश्वर, പ്രതികൂല മധ്യേ നമ്മോട് സംസാരിക്കുന്നു. जीवन के हर परिस्थिति में हमसे बात करने वाला ശത്രുവിന്റെ മുമ്പിൽ അവൻ നമ്മോട് परमेश्वर, സംസാരിക്കും. शत्रु के सामने भी परमेश्वर हमसे बात करता है. ജയിലുകളിൽ അവൻ നമ്മോട് സംസാരിക്കും. कारावास में भी परमेश्वर हमसे बात ആരും करता है. കൂടെ ഇല്ലാത്തപ്പോൾ അവൻ നമ്മോട് സംസാരിക്കും. कोई भी हमारे साथ नहीं होता तब भी परमेश्वर हमसे बात करता है. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करे. ഈ ദൈവിക ശബ്ദം കേട്ട് മുമ്പോട്ട് പോകുവാനായി इस वचन को सुनकर आगे बढ़ने के लिए എല്ലാവരും ദൈവം സഹായിക്കട്ടെ. सबको परमेश्वर सहायता करे. പ്രാർത്ഥനയോടെ ആശംസയോടെ വാക്കുകൾ നിർത്തുന്ന ദൈവം നമ്മളെ मैं സഹായിക്കട്ടെ. प्रार्थना के साथ अपने वचनों को विराम करूंगा. God bless परमेश्वर you. आपको सहायता करे. ആമേൻ. आमेन. Praise the Lord. Hallelujah. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു ദിനം കൂടെ ഇങ്ങനെ ഒരു അവസരം കർത്താവ് നമുക്ക് തന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾപ്പാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. ആമേ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു ആഷർ. ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് പിന്നെയും ആമേ ബലമായി നിർത്തട്ടെ. ഹല്ലേലൂയ. അനേകർക്ക് ആമേൻ ആശ്വാസകരമായ വചനം ഇന്ന് പകൽക്കാലവും ആമേ ഈ പ്രഭാതത്തിലും പറയുവാൻ സ്വർഗത്തിലെ നാഥനിടയാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച്, പൗലോസ് രക്ഷയിലേക്ക് വന്നതിനെ കുറിച്ച് ആമേൻ. ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിക്കൽ വന്നപ്പോഴും നീ പട്ടണത്തിൽ കടക്ക്, ഞാൻ നിന്നോട് പറയും, നീ പറയേണ്ടത് ഞാൻ നിനക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ ആ ദൈവമാണല്ലോ ഇന്ന് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നമ്മളും പ്രതിസന്ധി ഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം പറയുന്നത് പോലെ നമ്മൾ ചെയ്താൽ കർത്താവ് പറയുക, നീ ഇന്നടത്ത് ചെല്ല്, അല്ലെങ്കിൽ ഇന്ന പോലെ നീ നിൽക്ക്, അല്ലെങ്കിൽ ഇന്ന പോലെ നീ ഇന്ന സ്ഥലത്ത് നീ ചെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അനുസരിച്ചാല് ആമേൻ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്, നമ്മുടെ കൂടെ സംസാരിക്കുന്ന ദൈവമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളില് ഹല്ലേലൂയ നമ്മുടെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ